ഇനി ജീവിച്ചിരിക്കണം എന്ന് ആശയുണ്ടെങ്കിൽ ഹേ രാവണപ്രഭു, അങ്ങ് ശ്രീരാമനെ സേവിക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. നല്ലത് പറഞ്ഞു കൊടുക്കുക കുംഭകർണൻ ഞാൻ പറഞ്ഞില്ലേ തമോ ഗുണ പ്രധാനിയാണ്, പക്ഷേ ഭക്തിയുള്ളവനാണ്. ഇവിടെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശ്രീരാമനെ പോയി സേവിച്ചോളൂ, എങ്കിൽ രക്ഷപ്പെടാം. ഇവിടെ പറയാണ്, ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ, സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതേ. അപ്പൊ എന്താണ് എന്ന് പറയാണ്, ശ്രീരാമചന്ദ്രൻ കേവലം മനുഷ്യനല്ല, ശ്രീരാമചന്ദ്രൻ വിഷ്ണു ഭഗവാൻ അവതാരം എടുത്ത് വന്നതാണ്. സീതാദേവി എവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അത് സാധാരണ സ്ത്രീ ഒന്നുമല്ല, ഇത്ര കാലം പിടിച്ചു പുൽകിയ രാക്ഷസ സ്ത്രീകളെ പോലെ ഒന്നുമല്ല. സീതാദേവി ലക്ഷ്മിയാണ്. അതുകൊണ്ട് രാമൻ മനുഷ്യനാന്ന് തെറ്റിദ്ധരിച്ച് യുദ്ധത്തിന് പുറപ്പെടണ്ട. ഈ നിമിഷം വേണമെങ്കിൽ സീതയെ കൊണ്ടുകൊടുത്ത് ക്ഷമിക്കണേ പറഞ്ഞോളൂ. കരുണാമയനാണ് ശ്രീരാമചന്ദ്രൻ, നമ്മളോട് ക്ഷമിക്കും എന്ന് പറയാണ്. ഇങ്ങനെ ശ്രീ ഭഗവതി ജനിച്ചത് തന്നെ അങ്ങയെ നശിപ്പിക്കാനാണ് രാവണ എന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ എന്താ വേണ്ടേ, ഇങ്ങനെ സംഭവിക്കാൻ എന്താ കാരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതിനെന്താ കാരണം? അടുത്ത ഭാഗം നോക്കിക്കോളൂ.